ലെനോവോയുടെ ലെനോവോ ടാബ് K11 പ്ലസ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലെനോവോ ടാബ് K11 പ്ലസ് എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെനോവോ ടാബ് K11 പ്ലസിൽ 11.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വന്നേക്കാം. അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 2K റെസൊല്യൂഷനുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. റെസൊല്യൂഷൻ വരിക 2000x1200 ആയിരിക്കും. LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. പിന്നെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 400 nits ആയിരിക്കും. അപ്പോൾ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബിൽ വന്നേക്കാം. 20,000 രൂപയ്ക്ക് താഴെയാണ് ഈ ടാബിൻ്റെ വില എന്നുണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു ടാബിൻ്റെ വെയിറ്റ് വരിക 520 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.15 mm ആയിരിക്കും. പിന്നെ IP52 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു ടാബിൻ്റെ ബാക്കിൽ PMMA മെറ്റീരിയൽ ആയിരിക്കും വരിക. പിന്നെ സ്മാർട്ട് ബട്ടൺ എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. അതായത് സൈഡിലുള്ള ബട്ടണിലോട്ട് നമുക്ക് പല ഫംഗ്ഷൻസും അസൈൻ ചെയ്ത് വെക്കാൻ കഴിയുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഇപ്പോൾ ടാബുകളുടെ കാര്യത്തിൽ ഒരു 18,000 രൂപയ്ക്ക് താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഇതിൽ 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം 4G സപ്പോർട്ടായിരിക്കും വരിക. വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർഷനും 4G സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർഷനും വന്നേക്കാം. ഈ ഒരു ടാബിൽ 8 GB റാം വരെയും അതുപോലെ തന്നെ 256 GB ഇന്റേണൽ വരെയും വന്നേക്കാം. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നതായിരിക്കും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരും. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ Android 14 ബേസുള്ള സോഫ്റ്റ്വെയർ ഇതിൽ വന്നേക്കാം. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും വരിക. 13 മെഗാപിക്സൽ ഒരു സെൻസർ ആയിരിക്കും ടാബിൻ്റെ പിന്നിൽ വരിക. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 8 മെഗാപിക്സൽ ഒരു സെൽഫി ക്യാമറയും വന്നേക്കാം. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 8600 mAh ബാറ്ററിയൊക്കെ വരുന്നതായിരിക്കും. 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ മിക്കവാറും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. കാരണം ലെനോവോ ടാബ് K11 എന്നുള്ള ടാബ്ലറ്റ് ഓൾറെഡി ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ലെനോവോ ടാബ് K11 എന്നുള്ള ടാബ്ലറ്റ് 18,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടാബിൻ്റെ വില അതിലും കൂടുതലായിരിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20,000 to 22,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ടാബ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര മികച്ച ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഫീച്ചേഴ്സും ആയിരിക്കില്ല ഇത്. എന്തായാലും ലെനോവോ ടാബ് K11 പ്ലസ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.